പാലക്കാട് ചിറ്റൂരിലെ ആദിവാസി ഉന്നതിയിൽ പാൽ തൊണ്ടയിൽ കുരുങ്ങി 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചതിൽ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ റിപ്പോർട്ട് തേടിയെന്നൊരു വാർത്ത വരുന്നു. ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറോടാണ് റിപ്പോർട്ട് തേടിയത്. കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം നടത്തും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പോഷകാഹാരവും മറ്റ് സഹായങ്ങളും ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, പലപ്പോഴും ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ നൽകുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകുന്ന എല്ലാ സംവിധാനങ്ങളിലും വലിയ ചോർച്ചയുണ്ടാവാറുണ്ട്. ഒരു ഗൗരവത്തിൽ തന്നെയാണോ സർക്കാർ എടുത്തിരിക്കുന്നത് ഈ ആരോപണത്തെ? ഇക്ബാൽ അറക്കൽ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഗർഭിണികൾക്ക് ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ എത്തിച്ചിരുന്നു. അത് അവരുടെ അവകാശമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് സർക്കാർ അത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെ ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഈ മീനാക്ഷിപുരം സർക്കാർ പദ്ധതി ഉന്നതിയിലെ ഈ 4 മാസം മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞ് മരിച്ചതിന് തൊട്ടു പിന്നാലെ അവിടെ ഒരു ST പ്രൊമോട്ടർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അവർ യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും അവർക്ക് എത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായി ആദിവാസി കുടുംബം രംഗത്തേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ പദ്ധതി ആദിവാസി ഉന്നതിയിലെ പാർത്തൻ സംഗീത ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്നത്. ഏതായാലും ഈ സംഭവത്തെ പിന്നാലെയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസറോട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായി അന്വേഷണം നടത്തണം. എന്താണ് അവിടെ സംഭവിച്ചത്? ST പ്രൊമോട്ടർ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ എത്തിച്ചില്ല എന്ന് പരിശോധിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഇപ്പോൾ റിപ്പോർട്ട് തേടിക്കൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.